ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20 മുതലുള്ളതായ ചില വാക്യങ്ങൾ വായിക്കാം. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പിൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. അമ്മായിയമ്മ നവോമി പറയുന്ന വാക്കുകളാണ്. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. കയ്പ്, ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിങ്ങളിനി എന്നെ നവോമി എന്ന് വിളിക്കേണ്ട കേട്ടോ. ഞാൻ നവോമി അല്ല. നിങ്ങളെന്നെ വിളിക്കൂ, മാറായെന്ന് വിളിച്ചുകൊള്ളൂ. ഞാൻ കയ്പാണ്. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലസൻ്റ് എന്നാണ്. പ്രസന്നവതി അല്ലെങ്കിൽ സന്തോഷവതി, സന്തോഷമുള്ളവൾ. അതൊക്കെ പഴയ കഥകളായിപ്പോയി. പണ്ട് ഞാൻ സന്തോഷവതിയായിരുന്നു. അങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവും എൻ്റെ ആൺമക്കളും എല്ലാം ഒരുമിച്ച് കഴിഞ്ഞ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. എന്ത് സന്തോഷമായിരുന്നു അന്ന്, എന്തൊരു സമൃദ്ധിയായിരുന്നു, എന്തൊരു ആനന്ദമായിരുന്നു. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ആർപ്പുളിയല്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെ ആരവാരമല്ലായിരുന്നു. അതെല്ലാം പോയില്ലേ. ഇനി ഞാൻ നവോമി എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയുള്ളവളല്ല. എന്നെ നവോമി എന്ന് വിളിക്കേണ്ട. നിങ്ങളെന്നെ മാറ എന്ന് വിളിപ്പീൻ. നിങ്ങളെന്നെ മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പെന്നാണ്. നിങ്ങളെന്നെ നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. ഏറ്റവും കയ്പായുള്ള ദൈവം എന്നോട് ചെയ്തിരിക്കുന്നത് കയ്പായിട്ടാണ്. ദൈവത്തിന് എന്നോട് ഏതാണ്ട് വൈരാഗ്യം പോലെയാണ്. ദൈവത്തിന് എന്നോട് വഴക്ക് പോലെയാണ്. എന്നോട് എത്രയോ പേര് സന്തോഷമായി സമാധാനമായി കഴിയുന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെ ഇങ്ങനെയൊരു അലോഹ്യം വരണമെന്നുണ്ടോ? ഇങ്ങനെയൊരു കഷ്ടത വരണമെന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എന്നോട് ദൈവം ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ദൈവമാണ് ഈ വരുത്തിയത്. എനിക്ക് ഈ കഷ്ടത വരുത്തിയത് ദൈവമാണ്. ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നല്ലോ. ദൈവം സർവശക്തനല്ലേ. ദൈവത്തിന് എന്നോടിട്ട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ഈ ദുരിതങ്ങൾ ഒഴിവാക്കി തരാമായിരുന്നല്ലോ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തി. ഞാൻ പോയപ്പോൾ നിറഞ്ഞവളായിരുന്നു. ഭർത്താവും 2 മിടുമിടുക്കന്മാരായ ആൺപിള്ളേരും അവരോട് ഒരുമിച്ചാണ് ഞങ്ങൾ മോവാബിലേക്ക് പോയത്. അന്ന് എന്തൊരു സന്തോഷത്തിൻ്റെ യാത്രയായിരുന്നു. അന്ന് നിറഞ്ഞവളായിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ഇപ്പോൾ മടങ്ങി വന്നപ്പോൾ ഞാനിതാ ഒഴിഞ്ഞവളായി മടങ്ങി വന്നിരിക്കുന്നു. എല്ലാം പോയി. ഭർത്താവ് പോയി, ആൺമക്കളും പോയി. ഞാൻ നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ഗതകാല സ്മരണകൾ വേദന പുരണ്ട ഓർമ്മകളാണ്. കഴിഞ്ഞകാല സംഭവങ്ങൾ വേദനയുടെ കൈപ്പേറിയ സ്മരണകളായി ഇന്ന് ഹൃദയത്തിൽ പേറുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഇതുപോലെ കഴിഞ്ഞ കാലത്തേക്ക് നോക്കി നെടുവപ്പെടുന്നവരാരെല്ലാം ഉണ്ട്? കഴിഞ്ഞ കാലം നല്ല കാലം ഉണ്ടായിരുന്നു, എന്നേക്കും അതെല്ലാം പോയല്ലോ. എൻ്റെ ജീവിതത്തിൽ നല്ല കാലങ്ങളെല്ലാം പോയല്ലോ. എൻ്റെ പ്രാപ്തി പോയല്ലോ. ഇന്ന് എന്നെ ആർക്ക് വേണം? എൻ്റെ ആരോഗ്യം പോയല്ലോ. ഇന്ന് ഞാൻ ഫലശൂന്യനല്ലേ? ഞാൻ യൂസ്ലെസ് ആയി പോയില്ലേ? ഞാൻ പ്രയോജനരഹിതനായി പോയില്ലേ? ഇന്ന് എന്നെക്കൊണ്ട് ആർക്ക് പ്രയോജനം? നിറവിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നെ എല്ലാവർക്കും വേണ്ടതായൊരു കാലം ഉണ്ടായിരുന്നു. എന്നെ പലരും ഉപയോഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പലർക്കും എന്നിൽ നിന്ന് സഹായം കിട്ടിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇന്നോ അതൊക്കെ പോയല്ലോ. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. നിറവിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മുഴുവനും എല്ലാം ഒഴിഞ്ഞുപോയി, എല്ലാം തീർന്നുപോയി. സർവശക്തനൊക്കെ വിരോധമായി പ്രവർത്തിച്ചിരിക്കുന്നു. എനിക്ക് കയ്പായവൻ പ്രവർത്തിച്ചു, വിരോധമായി പ്രവർത്തിച്ചു. സർവശക്തൻ്റെ കൈ എനിക്ക് വിരോധമായി ഉയർത്തിയിരിക്കുന്നു. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. നവോമിയുടെ ഹൃദയത്തിൻ്റെ വിഷാദം മുഴുവനും വാക്കുകളിലൂടെ ഇങ്ങനെ ബഹിർഗമിക്കുകയാണ്. എന്താണത്? വായിക്കാം. അവൾ അവരോട് പറഞ്ഞത്, നവോമി എന്നല്ല, മാറ എന്ന് എന്നെ വിളിപ്പീൻ.
സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? നവോമി ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയൊരു സ്ത്രീയാണ്. ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയി. അന്ന് ബേത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ബേത്ലഹേം എന്ന വാക്കിനും അർത്ഥമുണ്ട്. അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അത് വാക്കിൻ്റെ അർത്ഥം. ദ ഹൗസ് ഓഫ് ബ്രെഡ്. അപ്പത്തിൻ്റെ ഭവനത്തിൽ ക്ഷാമമുണ്ടായി. പേരിൽ അപ്പത്തിൻ്റെ ഭവനം, അനുഭവത്തിൽ ക്ഷാമം. അങ്ങനെയുണ്ട് പല വീടുകളും പല വ്യക്തികളും. പേരിൽ നല്ല നല്ല അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നവരായിട്ട് തോന്നും, പക്ഷേ അനുഭവത്തിലോ ഒന്നുമില്ല. അപ്പത്തിൻ്റെ ഭവനം എന്നാണ് പേര്, പക്ഷേ അനുഭവത്തിൽ ക്ഷാമബാധിത മേഖല. മുഴുവൻ ക്ഷാമം നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. ആഹാരത്തിന് മാർഗമില്ലാതായി. അപ്പോൾ ഭർത്താവും ഭാര്യയും ആൺമക്കളും അവർ 4 പേരും കൂടി ഇരുന്ന് ആലോചിച്ചു, നമുക്കൊരു കാര്യം ചെയ്താലോ? കഞ്ഞി കുടിച്ച് ജീവിക്കണ്ടേ? നമുക്ക് ഇപ്പോൾ നല്ല സമൃദ്ധിയുണ്ട് മോവാബിൽ നല്ല സമൃദ്ധിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? ഏതായാലും ആ തീരുമാനത്തിന് 4 പേരും ഒരുപോലെ അംഗീകാരം കൊടുത്തു. 4 പേരും ഒരുപോലെ സ്വീകരിച്ചു. തെറ്റായിപ്പോയി ആ തീരുമാനം. കാരണം അവർ ദൈവജനമാണ്, അവർ ഇസ്രായേൽ ജനമാണ്. അവർക്ക് മോശയിൽ കൂടി ന്യായപ്രമാണ കൽപ്പനകൾ കിട്ടിയിട്ടുണ്ട്. മോശയിൽ കൂടി കിട്ടിയ ന്യായപ്രമാണ കൽപ്പനകൾ അവർക്കറിയാം. അവർ വേദപുസ്തകം വായിക്കുന്നവരാണ്, പഞ്ചഗ്രന്ഥങ്ങൾ വായിക്കുകയും ഉരുവിടുകയും ചെയ്യുന്നവരാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യാപുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഈ 5 പുസ്തകങ്ങൾ, ഈ പഞ്ചഗ്രന്ഥങ്ങൾ നല്ലപോലെ ഹൃദിസ്ഥമാക്കിയിട്ടുള്ളവരാണ്. അവർക്ക് അറിയാം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യം അവർക്ക് നല്ലപോലെ അറിയാം. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിക്കൂ. അത് അവർക്കറിയാമെങ്കിലും അവർ തൽക്കാലം ആ അറിവ് മാറ്റിവെച്ചു. വായിക്കാം. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. മോവാബ് ദേശത്തുള്ളവരാരും ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കാൻ പാടില്ല. അമ്മോന്യനോ മോവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. എന്തൊരു കർശനമായ കൽപ്പനയാണ്. ദൈവജനത്തെ ദ്രോഹിച്ച ഒരു വിഭാഗമാണ് അമ്മോന്യരും മോവാബ്യരും. ദൈവനാമത്തിന് കളങ്കം വരുത്തിയവരാണ് അമ്മോന്യരും മോവാബ്യരും. ദൈവജനത്തിന് അപമാനം വരുത്തിയവരാണ് അമ്മോന്യരും മോവാബ്യരും. അവരാരും ദൈവസഭയിൽ പ്രവേശിക്കരുത്. വ്യക്തമായൊരു അനുശാസനമായിരുന്നു. ഇതറിയാം, നവമിക്കറിയാം, എലീമേലക്കിനറിയാം, മഹ്ളോനും കില്യോനും അറിയാം. അവർ ആരെങ്കിലും ഒരാൾ ഈ ആലോചന പറഞ്ഞപ്പോൾ, നമുക്ക് മോവാബിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ചാടി പറയേണ്ടതായിരുന്നു, അയ്യോ പാടില്ല, നാം ദൈവത്തിൻ്റെ വചനം പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അമ്മോനിനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞിരുന്നത് നാം വായിച്ചിട്ടുള്ളതല്ലേ? മോവാബിലേക്ക് നമുക്ക് പോകണ്ട. കാരണം മോവാബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കലഹദേശം എന്നാണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കോറൽ, കലഹദേശം. അപ്പത്തിൻ്റെ വീട് വിട്ട് കലഹത്തിൻ്റെ ദേശത്തേക്ക് നമുക്ക് പോകണ്ട. അവർക്ക് തീരുമാനിക്കാമായിരുന്നു. കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വചനത്തോട് ബന്ധപ്പെടുത്തി വേണമായിരുന്നു ഒരു ആലോചനകൾ കൊണ്ടുപോകാൻ. ഇന്ന് അനേകർക്കും പറ്റിയ അപകടം അതാണ്. വചനം എന്തു പറയുന്നു ചിന്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുശാസനം എന്താണെന്ന് ചിന്തിക്കുന്നില്ല. വചനത്തിൽ കിട്ടിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ അപകടത്തിലേക്ക് നീങ്ങുകയാണ് പലരും. അനർത്ഥത്തിലേക്കാണ് പോകുന്നത്. വചനം എന്തു പറയുന്നു? തിരുവെഴുത്തോ എന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ കൂടെ വായിക്കുന്ന ഒരു വാക്കാണ് തിരുവെഴുത്തോ എന്ന് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 14 ലേഖനങ്ങളിലും ആവർത്തിച്ച് തിരുവെഴുത്തോ എന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നത് കാണാം. തിരുവെഴുത്തോ എന്ന് പറയുന്നു. ഈ തിരുവെഴുത്തിൽ എന്താണ് പറയുന്നത്? വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത്? അത് നോക്കി വേണം നമ്മുടെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്താൻ. നമ്മുടെ ജീവിതഗതികളെ നിയന്ത്രിക്കേണ്ടത് വചനമാണ്. വചനത്തിലേക്ക് നോക്കണം. വചനപ്രകാരം എന്തു പറയുന്നു? വചനത്തിൽ എന്താണ് അനുശാസിക്കുന്നത്? അത് നോക്കിയാൽ മതിയായിരുന്നു. തെറ്റായ ഒരു സ്റ്റെപ്പാണ് എടുത്തത്. എ റോങ് ഡിസിഷൻ. തെറ്റായൊരു സ്റ്റെപ്പ് എടുത്തു. നവമിയും എലീമേലക്കും മഹ്ളോനും കില്യോനും റോങ് ഡിസിഷൻ എടുത്തു. അപ്പത്തിൻ്റെ വീട്ടിൽ നിന്ന് കലഹത്തിൻ്റെ ദേശത്തേക്ക് പോയി. ബേത്ലഹേമിൽ നിന്ന് അവർ മോവാബിലേക്ക് പോയി. വചനവിരുദ്ധമായിട്ടുള്ള നടപടികളെല്ലാം തെറ്റായ സ്റ്റെപ്പായിരിക്കും.
സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നവരാണോ? ദൈവത്തിൻ്റെ വചനം എന്തു പറയും നിങ്ങൾ നോക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തിൽ തന്നിലുള്ള അനുശാസനങ്ങൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? വചനം എന്തു പറയുന്നു നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ വിഷമിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ, നിങ്ങൾ പസിൽഡായി പോകുന്ന, നിങ്ങൾ പരിഭ്രാന്തരായിത്തീരുന്ന, നിങ്ങൾ ചിന്താക്കുഴപ്പത്തിലാകുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. വചനം എന്തു പറയുന്നു? പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു? ഈ ദൈവത്തിൻ്റെ വചനം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് വായിച്ച് ആ കിട്ടുന്നതൊന്നുമല്ല ദൈവത്തിൻ്റെ നടത്തിപ്പ്. തെറ്റിദ്ധരിക്കരുത്. ചിലരങ്ങനെയുണ്ട്. വചനം എന്തു പറയുന്നു? ഇത് ദൈവം അനുവദിക്കുന്നതാണോ? ഞാൻ ഇപ്പോൾ ഇന്ന് ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷയിൽ കർത്താവ് കൂടെ ഇരിക്കുമോ? നോക്കുന്നു, തുറക്കുന്നിടത്ത് നോക്കിയിട്ട് വായിക്കുന്നു. അതൊന്നും നടത്തിപ്പ് അന്വേഷിക്കലല്ല. വളരെ തെറ്റായ നടപടിയാണ്, അബദ്ധമാണത്. നിങ്ങൾ വചനത്തിൻ്റെ അന്തസത്ത എന്തു പറയുന്നു? വചനത്തിൻ്റെ ആശയം എന്തു പറയുന്നു? വചനം തരുന്ന അനുശാസനം എന്താണ്? അത് ചിന്തിക്കണം. എന്നിട്ട് വചനപ്രകാരമായിരിക്കണം നമ്മുടെ ഓരോ കാര്യഗതികളും നിയന്ത്രിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവർക്ക് വചനം അനുസരിച്ചെങ്കിൽ മതിയായിരുന്നു. മോവാബ് ദേശത്തേക്ക് പോയത് തെറ്റായ നടപടിയാണ്. റോങ് സ്റ്റെപ്പ് ആൻഡ് റോങ് ഡിസിഷൻ. സ്നേഹിതരെ ചോദിക്കട്ടെ, നിങ്ങൾ റോങ് ഡിസിഷൻസ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ? റോങ് ഡിസിഷൻസ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വിവാഹ സമയത്ത് റോങ് ഡിസിഷൻസ് എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ വിവാഹത്തെ നിയന്ത്രിച്ചത് നിങ്ങളുടെ സ്വന്തം ജഡീക ചിന്താഗതികളോ താല്പര്യങ്ങളോ ആണോ, അതോ ദൈവത്തിൻ്റെ വചനമാണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാതലായ തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ? വചനപ്രകാരമാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓരോന്നോരോന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നാം തിരുത്തേണ്ടത് തിരുത്തി ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ മുന്നോട്ട് പോയിട്ടുള്ളത്? ദൈവത്തിൻ്റെ വചനത്തിന് ചേരാത്തതായ തീരുമാനങ്ങളെല്ലാം അബദ്ധത്തിലേക്ക് കലാശിക്കൂ. അത് അപകടത്തിലേക്ക് കലാശിക്കൂ. അത് നഷ്ടത്തിലും നാശത്തിലുമേ കലാശിക്കൂ. ദൈവത്തിന് സ്തോത്രം. വചനത്തെ മാനിക്കുക. വചനം, ഈ ദൈവത്തിൻ്റെ വചനം, സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, എന്നെ ജീവിപ്പിച്ചത് ഈ വചനമാണ്. എനിക്ക് സമാധാനം തന്നത് ഈ വചനമാണ്. എന്നെ നടത്തിയത് ഈ വചനമാണ്. എനിക്ക് ഓരോരോ പരീക്ഷകൾ പാസ്സാകാൻ കൃപ തന്നത് ഈ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം വായിച്ച് ഞാൻ ആശ്വാസം കൊണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വയസ്സിലപ്പൻ മരിച്ച് ഞാൻ നിരാശനായി, ഞാൻ അനാഥനെപ്പോലെ അഗതിയെപ്പോലെ വലഞ്ഞ സമയങ്ങളിൽ എനിക്ക് ആശ്വാസം തന്നത് ഈ വചനമാണ്. ഈ വചനം വായിച്ച് ഞാൻ ആശ്വസിക്കുമായിരുന്നു. എൻ്റെ അമ്മ വചനം വായിച്ച് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങൾ വചനം വായിച്ച് കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പഠിച്ചു വചനം വായിക്കണമെന്ന്. ഞാനും മനസ്സിലാക്കി ഈ വചനം വായിക്കണമെന്ന്. ചെറുപ്രായത്തിൽ തന്നെ വചനം വായിക്കാൻ തുടങ്ങി. വചനം എനിക്ക് പ്രമോദമായി മാറി. വചനം എനിക്ക് ആശ്വാസമായി മാറി. വചനം വായിക്കുമ്പോൾ ഞാനും ആശ്വാസം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നേരിട്ട് ഇടപെടുന്നത് എനിക്ക് അനുഭവമായിട്ടുണ്ട്. കർത്താവിനെ തൊടുന്നതും തലോടുന്നതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് ഈ വേദപുസ്തകത്തിലൊന്ന് വീഴുന്നത്, അപ്പോഴെല്ലാം എൻ്റെ കർത്താവ് എൻ്റെ പുറം തലോടി തരുന്നത്, എൻ്റെ കണ്ണുനീര് തുടച്ചു തരുന്നതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവം സ്നേഹമാണ്. നിങ്ങൾ വചനത്തെ നിങ്ങൾ മാനിക്കൂ, നിങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടും. വചനത്തിലേക്ക് നിങ്ങൾ തിരിയൂ, നിങ്ങൾക്ക് പുരോഗതി കിട്ടും. വചനത്തെ നിങ്ങൾ ആദരിക്കൂ, നിങ്ങൾക്ക് ഇനിയും ഉയരാം, ഇനിയും വളരാം. ദൈവത്തിന് സ്തോത്രം. സമാധാന ജീവിതം നിങ്ങൾക്ക് നയിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിത്തം നന്നായി വരും. നിങ്ങളുടെ മക്കൾ ദോഷവഴികളിലേക്ക് തിരിയാതിരിക്കും. അനേകം ചെറുപ്പക്കാർ ദോഷവഴികളിലേക്ക് പോകുകയല്ലേ, അനേകം ചെറുപ്പക്കാർ. ദൈവത്തിന് സ്തോത്രം. അല്ല, ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ, എത്രയോ പേര് അനർത്ഥത്തിലേക്ക് ഒഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കടത്തോടെ ഞാൻ പറയട്ടെ, ഇന്ന് മൊബൈൽ ഫോൺ ഒരാഭരണമായിട്ടാണ് ആളുകൾ കാണുന്നത്. ആഭരണം. അതില്ലെങ്കിൽ ഫാഷന് മോശമാണെന്നാണ്. മൊബൈൽ ഫോൺ നല്ലതാണ്, ഞാൻ പറയും നല്ലത് തന്നെ. നിങ്ങളെവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ആരെങ്കിലും വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്നത് ഏറെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മൊബൈൽ ഫോണിൽ കൂടെയുള്ള മിസ്ഡ് കോളുകൾ ഇന്ന് അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു. മൊബൈൽ ഫോണിൽ കൂടിയുള്ളതായ SMS മെസ്സേജസ് അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചില മിസ്ഡ് കോളുകൾ, മൊബൈൽ ഫോണിൽ കൂടിയുള്ളതായ ചില ചാറ്റിങ്സ് അനേകരെ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നല്ല സ്വകാര്യ സംഭാഷണങ്ങൾ, എന്നാൽ വേറെ ഒരാൾ വായിച്ചാൽ അല്ല കേട്ടാൽ ആൾക്ക് അറപ്പ് തോന്നും, ഓക്കാനം വരുന്നതായ വാക്കുകൾ. ദൈവത്തിന് സ്തോത്രം. ചെറുപ്പക്കാരെന്താണെന്ന് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? അവരുടെ പഠിത്തം മോശമാകുന്നതിന് അത്ഭുതമുണ്ടോ? അവരുടെ ജീവിതം താറുമാറാകുന്നതിന് അത്ഭുതമുണ്ടോ? അവരുടെ ഭാവി നശിക്കുന്നതിന് അത്ഭുതമുണ്ടോ?
അവർ ജീവിതം എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നതിൽ അത്ഭുതമുണ്ടോ? കാരണം അവർ ഇന്ന് പാപവഴികളിലേക്ക് തിരിയുന്നു. അനേകം മാതാപിതാക്കൾ നെടുവീർപ്പിലാണ്, അനേക കുടുംബങ്ങൾ തോരാ കണ്ണീരിലാണ്, അനേക കുടുംബങ്ങൾ ഏങ്ങലടിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ സ്നേഹിക്കുന്നുണ്ട്, മോളെ സ്നേഹിക്കുന്നുണ്ട്. ആ മോള് എന്നാൽ ഇന്ന് ഇത്രയും നാൾ പോറ്റി പുലർത്തിയ അപ്പനെയും അമ്മയും മറന്ന് ഈ അടുത്ത ദിവസം ഒരു മൊബൈൽ ഫോണിൽ കൂടെ പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. സങ്കടമല്ലേ? സങ്കടമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജഡിലമായ വാക്കുകൾ അവളെ ആകർഷിക്കുന്നു. പാവം പെൺകുട്ടി വലയിൽ കുടുങ്ങിക്കഴിയുന്നു. ഞാൻ പറയാറില്ലേ, നിങ്ങൾ കേട്ട് കാണുമല്ലോ, ഞാൻ പറയാറില്ലേ, ചൂണ്ടയിടുകയാണ്. ചെറുപ്പക്കാരുകൾ ചൂണ്ടയിടുകയാണ്. പെൺകുട്ടികളും അതെ, ആൺകുട്ടികളും അതെ. ചൂണ്ടയിൽ കൊളുത്താതിരുന്നാൽ കൊള്ളാം, ചൂണ്ടയിൽ കടിക്കാതിരുന്നാൽ കൊള്ളാം. ചൂണ്ട അതിങ്ങനെ അതിൽ ആ ഇരുമ്പ് സൂചി, അത് വളഞ്ഞിരിക്കുന്ന ഇരുമ്പ് സൂചിയിൽ ഞാഞ്ഞൂലിനെ കോർത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. ധാരാളം മീനുകളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ യുവാവായ മീൻ ചെന്ന് ഈ ചൂണ്ടയിൽ കടിക്കാൻ തുടങ്ങുന്നു. ചൂണ്ടയിൽ കടിക്കാൻ പോകുക. ഉടനെ അമ്മ പറഞ്ഞു, അയ്യോ എൻ്റെ മോനെ കടിക്കല്ലേ, ഈ കുഴപ്പമാണ്. അമ്മ നോക്കൂ, കണ്ടോ ആ ഞാഞ്ഞൂലിടുന്ന് പിടയ്ക്കുന്നത് കണ്ടോ? അത് നല്ലൊരു ഭക്ഷണം കിട്ടിയിട്ട് അമ്മ എന്താ തടയുന്നത്? പാവം കൊച്ചിന് മനസ്സിലാവില്ല, ആ ചെറുപ്പക്കാരന് മനസ്സിലാവില്ല. കാരണം അവൻ്റെ വിചാരം നല്ല ഒന്നാന്തരം ഞാഞ്ഞൂല് തിന്നാൻ നല്ലത്, രുചികരമായ നല്ലൊരു ഭക്ഷണം അവർക്ക് കിട്ടിയിരിക്കുന്നു. എൻ്റെ മോനെ, അത് അപകടമാണ്. അതിനകത്ത് ഇരുമ്പ് സൂചിയുണ്ട്, നിൻ്റെ കരൾ പറിച്ചു കയറുന്ന സൂചിയുണ്ട് അതിനകത്ത്. നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. എനിക്കറിയാം. നിൻ്റെ അപ്പൻ ഒരിക്കൽ ഇതിൽ ചാടി കടിച്ചാണ് അപ്പൻ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടത്. മോനെ, നീ അപകടത്തിൽ പോകരുത്, അപ്പനെ പോലെ നീയും കുഴപ്പത്തിൽ പോകരുത്. പക്ഷേ ചെറുക്കന് മനസ്സിലാവില്ല. ഏതാ ചെറുക്കൻ എന്ന് പറഞ്ഞ കൊച്ചുമീൻ, അവന് മനസ്സിലാവില്ല. അവൻ പിന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് പെട്ടെന്ന് ചെന്ന് ഒരു ചാടി ഒന്ന് കടിച്ചേ ഉള്ളൂ. നല്ല രുചി, ഇറക്കി. പക്ഷേ എവിടെയോ ഉടക്കുന്നു പോയി. എന്താ അമ്മ പറഞ്ഞ പോലെ ശരിയാണെന്ന് തോന്നുന്നല്ലോ, എങ്ങാണ്ട് ഉടക്കുന്നല്ലോ, അമ്മ പറഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നല്ലോ. ഉടനെ ഒന്ന് പിടച്ചു. ഉടനെ നല്ല ശക്തമായി നല്ലപോലെ കൊളുത്തി. ഇതിൻ്റെ ചരട് അനങ്ങിയപ്പോൾ കരയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന മനുഷ്യൻ സന്തോഷത്തോടെ വലിച്ചങ്ങ് പൊക്കി. ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വായുവിൽ പിടയ്ക്കുകയാണ്. കടിക്കിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഓർത്താൽ മതിയായിരുന്നു. അപ്പോൾ പിടയ്ക്കുമ്പോൾ അറിയാം, അയ്യോ അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു, അയ്യോ കഷ്ടം, അബദ്ധമായി പോയല്ലോ എന്ന് തോന്നും. പക്ഷേ എന്ത് ചെയ്യാം, കടിച്ചു കഴിഞ്ഞു, കുടുങ്ങിക്കഴിഞ്ഞു. കൊടുങ്ങുന്തോറും കരളിലേക്ക് തറഞ്ഞ് കയറുകയാണ്. ചെകിളപ്പൂക്കളെ അങ്ങ് കീറി മുറിച്ചുകൊണ്ട് കടക്കുകയാണ്. രക്ഷയില്ല. ആ മനുഷ്യൻ, ചൂണ്ടയിട്ട മനുഷ്യൻ സന്തോഷത്തോടെ എടുത്ത് അതിൻ്റെ കഴുത്തൊടിച്ച് കൂടയ്ക്കകത്ത് ഇട്ടു. അടുത്ത് അത് വറചട്ടിയിൽ പൊരിയാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അനേകം ചെറുപ്പക്കാരിന്ന് നാശത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കൂ, വചനത്തെ ശ്രദ്ധിക്കൂ. എത്ര പറഞ്ഞാലും ചെറുപ്പക്കാർക്ക് പലർക്കും ഇത് മനസ്സിലാവുകയില്ല. സാർ എന്താ ഈ പറയുന്നത്? സാറിന് ഈ പ്രായമായപ്പോൾ ഇതൊക്കെ പറയാം, ഈ വയസ്സനായ ശേഷം സാറിന് ഇതൊക്കെ പറയാം. ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയാവൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിങ്ങനെയൊക്കെ ചിന്തിക്കാം. ഞാൻ ലജ്ജ കൂടാതെയും മടി കൂടാതെയും പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കരൾ പറയുന്ന അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്നത്, മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നത്, മദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത്, പ്രേമക്കുരുക്കിൽ പെടുന്നത്, അബദ്ധമായ കൂട്ടുകെട്ടിൽ പെടുന്നത്, അനർത്ഥത്തിലേക്ക് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കി ഒഴിവായാൽ കൊള്ളാം. റോങ് ഡിസിഷൻസ് എടുക്കരുത്. വചനപ്രകാരം എന്ത് എന്ന് നോക്കിക്കൊള്ളണം. വചനം എന്ത് പറയുന്നു? റോങ് ഡിസിഷൻസ് ഒരിക്കലെടുക്കരുത്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. റോങ് സ്റ്റെപ്പ് എടുക്കരുത്. തെറ്റായ ഒരു ചുവട് വയ്ക്കരുത്. തെറ്റിലേക്ക് ചുവട് വയ്ക്കരുത്. അന്ന് നവമിയും എലീമേലക്കും മഹ്ലോനും കില്യോനും ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോകാനെടുത്ത തീരുമാനം റോങ് ഡിസിഷനായി പോയി, തെറ്റായ തീരുമാനമായി പോയി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ആരെല്ലാം തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, അപകടത്തിൽ പിടയുന്നുണ്ട്. സഹോദരങ്ങളെ, ഇന്ന് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ വിളിക്കുന്ന സമയമാണ്. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ സ്നേഹം നിങ്ങളെ മാടി അടുപ്പിക്കുന്ന സമയമാണ്. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെ തേടി വരുന്ന സമയമാണ്. യേശുക്രിസ്തു പറയുന്നു, മോനെ വൈകിട്ടില്ല, മോളെ വൈകിട്ടില്ല, ഇപ്പോൾ തിരിയുവീൻ, ഇപ്പോൾ തിരിഞ്ഞാൽ രക്ഷപ്പെടാം, ഇപ്പോൾ നീ തിരിയുവീൻ, നീ ഇനിയും കൂടുതൽ കടിക്കാതെ വേഗം നീ പിന്തിരിയുവീൻ, ഇപ്പോഴത്തെ മധുരം വിട്ടുകളഞ്ഞിട്ട് വേഗം തിരിയുവീൻ. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ പറയുകയാണ്. പാപത്തെ അറപ്പോടെ വെറുത്ത് ഉപേക്ഷിക്കുവീൻ, പാപ സാഹചര്യങ്ങൾ വിട്ടുമാറുവീൻ, തിന്മയെ വിട്ടൊഴിയുവീൻ, തിന്മയോട് യാത്ര പറയുവീൻ,
അശുദ്ധമായതെല്ലാം നിങ്ങൾ വിട്ടുതിരിയുവീൻ, വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തൊടരുത്. ദൈവത്തിന് സ്തോത്രം. അശുദ്ധമായതൊന്നും തൊടരുത്. വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തൊടരുത്. യെശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. വിട്ടുപോരുവീൻ, പുറപ്പെട്ടു പോരുവീൻ. അശുദ്ധമായതൊന്നും തൊടരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു. നമ്മളെ കഴിവെടുപ്പാക്കും ദൈവം. തെറ്റായ സ്റ്റെപ്പ് എടുത്തു പോയോ? ഇപ്പോൾ തിരിയാം. സമയം വൈകിട്ടില്ല. നിനക്ക് ആയുസ്സുണ്ടല്ലോ, നിനക്ക് സുബോധമുണ്ടല്ലോ മോനെ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിനക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിവുണ്ടല്ലോ. ഇപ്പോൾ തിരിയാം. സ്വന്തം ഇച്ഛാശക്തി ഉപയോഗിച്ച്, സ്വന്തം വിൽ പവർ ഉപയോഗിച്ച് നിനക്ക് ഇപ്പോൾ തിരിയാം. ഇപ്പോൾ നിനക്ക് മനഃപൂർവ്വം തിരിയാം. പാപ സാഹചര്യങ്ങൾ വിട്ട് മാറാം. പാപത്തിലേക്ക് നിന്നെ വലിച്ചഴയ്ക്കുന്ന കൂട്ടുകാരെ വിട്ട് നിനക്ക് തിരിയാം. അശുദ്ധമായതെല്ലാം വിട്ടുതിരിയാം. മദ്യത്തെ എന്നേക്കുമായി നീ വെറുത്തുപേക്ഷിക്കുക. മദ്യപാനം അത് ദൈവരാജ്യത്തിലേക്ക് നിന്നെ പ്രവേശിക്കുന്ന തടസ്സമാണ്. മാത്രമല്ല, നിന്റെ കുടുംബത്തെ നരകമാക്കും. കുടുംബത്തെ നരകമാക്കുന്ന മദ്യപിശാചിനോട് യാത്ര പറയുവീൻ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുടുംബം നരകമാക്കാൻ നിങ്ങൾ ഇടവരുത്തരുത്. ചെറുപ്പക്കാരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അഴുക്കായ ശീലങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ ചില ശീലങ്ങളുണ്ട്, തെറ്റായ ചില നടപടികളുണ്ട്. കൂട്ടുകാർ നിങ്ങളെ പ്രേരിപ്പിച്ചായിരിക്കാം അരുതാത്ത വഴികളിലൂടെ നിങ്ങൾ പോകുന്നുണ്ട്. പ്രേമത്തിൻ്റെ ബന്ധങ്ങൾ, പ്രണയത്തിൻ്റെ കുരുക്കുകൾ നിങ്ങളെ പിടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. മാതാപിതാക്കൾ നിങ്ങൾ ഉപദേശിക്കും, അധ്യാപകർ ഉപദേശിക്കും, ദൈവജനം നിങ്ങൾ ഉപദേശിക്കും, പക്ഷേ അതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് തോന്നുകയില്ല. കാരണം പാപത്തിൻ്റെ മധുരം നിങ്ങളെ ആകർഷിച്ച് വശീകരിച്ച് നിങ്ങളെ മയക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുകയാണ്. ക്ഷുദ്രം ചെയ്തിരിക്കുന്നു. നിങ്ങളെ പിശാച് ക്ഷുദ്രം ചെയ്ത് മയക്കിയിട്ടിരിക്കുകയാണ്. ബോധം നശിപ്പിച്ചിരിക്കുകയാണ്. ബോധമണ്ഡലം മുഴുവൻ അന്ധകാരാവൃതമായിരിക്കുകയാണ്. ഇരുളടഞ്ഞു പോയിരിക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, തിരിയാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള വാത്സല്യമുള്ള വിളി കേട്ടുകൊണ്ട്, പേർ ചൊല്ലി വിളിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, എൻ്റെ യേശുവേ, ഞാനിതാ വരുന്നു, എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തെറ്റായ സ്റ്റെപ്പ് എടുത്തത് എന്നോട് പൊറുക്കണമേ, തെറ്റായ നടപടികളിലേക്ക് പോയത് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തിരിയാൻ തോന്നുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങളുടെ ഭാവി ഇനിയും ശോഭനമാക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നശിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം മുടിയാൻ പോവുകയാണ്. നാശവും ശാപവും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. തലമുറകൾ നശിക്കാൻ പോവുകയാണ്. നിങ്ങൾ സമാധാനമില്ലാതെ വലയാൻ പോവുകയാണ്. ഇന്ന് ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പുച്ഛമായി തോന്നിയാലും, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പറയട്ടെ, നിങ്ങൾ അതിവേഗം പാപത്തെ വിട്ട് മാറുവീൻ. പാപ സാഹചര്യങ്ങളെ വിട്ട് മാറുവീൻ. പാപ ഇമ്പങ്ങളെ വിട്ട് മാറുവീൻ. പാപത്തിൻ്റെ ഭോഗ ലാലസകളെ വിട്ട് മാറുവീൻ. പാപത്തിൻ്റെ ഇമ്പങ്ങളെ വിട്ട് മാറുവീൻ. പാപത്തിൻ്റെ രസകരമായ കാര്യങ്ങളെ വിട്ട് മാറുവീൻ. ഇന്ന് രസമായി തോന്നും, പിന്നീടോ നിന്നെ വിരിയൻ പാമ്പ് പോലെ നിന്നെ കൊത്തുമെന്ന് തിരുവചനം പറയുന്നു. ഇന്ന് പാപം അത് അണലി പോലെ നിന്നെ കൊത്തുന്ന പാപം അത് ഇന്ന് നിന്നെ വശീകരിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നെങ്കിലും നിന്നെ അണലി പോലെ കൊത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മദ്യം ചുവന്ന് പാത്രത്തിൽ രസമായി തിളങ്ങുന്നത് നീ കണ്ടുപോകരുതെന്ന് ശലോമോൻ പറയുന്നു. മദ്യം ചുവന്ന് രസമായി തിളങ്ങുന്നത് കാണും, നീ അത് നോക്കിപ്പോകരുത്, നീ അതിലേക്ക് ശ്രദ്ധ തിരിക്കരുതെന്ന് പറയുന്നു. സദസ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നോക്കുക കാണാം. മദ്യരുചി നോക്കാൻ നോക്കുന്നവർക്ക് ആർക്ക് കഷ്ടം, ആർക്ക് ആവലാതി, ആർക്ക് കൺചുവപ്പ്, ആർക്ക് കഷ്ടനഷ്ടങ്ങൾ. മദ്യം രുചി നോക്കാൻ പോകുന്നവർക്ക് തന്നെ. ദൈവത്തിന് സ്തോത്രം. അവർ കഷ്ടം വരും, അവർക്ക് നഷ്ടം വരും, അവർക്ക് ആവലാതി വരും, അവരുടെ കണ്ണ് ചുമക്കും, അവർക്ക് ശരീരത്തിൽ രോഗമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പാപത്തെ വിട്ട് മാറുവീൻ, ദുശ്ശീലങ്ങളെ വിട്ട് മാറുവീൻ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ വന്ന് കരം നീട്ടി നിൽക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ തൃക്കരം, ആണിയടിച്ച് തകർന്നതായ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് യേശു നിങ്ങൾ വിളിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടി അണയുവീൻ. യേശുവേ, ഇത്രയും കാലം തെറ്റായ ചില തീരുമാനങ്ങളെടുത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞു. തെറ്റായ ചില തീരുമാനങ്ങളെടുത്ത് ഞാൻ നിന്നെ വേദനിപ്പിക്കുകയും എനിക്ക് തന്നെ നാശം വരുത്തുകയും ചെയ്തു പോയി. നാഥാ, ഇന്ന് ഞാൻ ശരിയായ വഴിയിലേക്ക് തിരിയുവാൻ ഞാനിതാ തീരുമാനിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. എന്നെ സ്വീകരിക്കാൻ കരം നീട്ടി നിൽക്കുന്ന, എനിക്ക് വേണ്ടി തിരക്തം ചിന്തിയ രക്ഷക, നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു.
എൻ്റെ പാപത്തിന് ശിക്ഷ വഹിച്ച രക്ഷക, നിൻ്റെ സന്നിധിയിലേക്ക് ഞാനിതാ വരുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ, എന്നെ നിൻ്റെ മകനും നിൻ്റെ മകളും നിൻ്റെ അവകാശിയുമാക്കി തീർക്കണമേ. നാഥ, എൻ്റെ മേൽ തൃക്കരം വയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. നിങ്ങൾ ഇപ്പോൾ തീരുമാനമെടുക്കുമെങ്കിൽ, പാപത്തെ വിടുമെങ്കിൽ, ഇപ്പോൾ തന്നെ ആ തിരുരക്തം പുരണ്ട കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് സമാധാനം തരും, നിങ്ങളുടെ കുടുംബം ഐശ്വര്യമാക്കി തരും, ശോഭനമായ ഭാവി നിങ്ങൾക്ക് തരും, അനുഗ്രഹ സമൃദ്ധിയിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, ആരവാരത്തോടെ ദൈവത്തെ ആരാധിക്കും. അനുഗ്രഹകരമായ ശോഭനമായ ഭാവി നിങ്ങൾക്ക് ലഭിക്കും. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ നിങ്ങൾ നിൽക്കും. നമുക്ക് ഒരുമിച്ച് പറക്കണം, ഒരുമിച്ച് യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ആകാശമേഘങ്ങളിൽ മധ്യാകാശത്തിലേക്ക് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരണം. അതിപ്പോൾ തന്നെ നിങ്ങൾ സമർപ്പിക്കുകയും യേശുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കുകയും പാപത്തോട് യാത്ര പറയുകയും. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും തൊടണമേ, തലോടണമേ, അനുഗ്രഹിക്കണമേ. പാപജീവിതത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് തെറ്റായ വഴികളെ വിട്ട് യേശുവിലേക്ക് തിരിയുവാനുള്ളതായി സൗഭാഗ്യം എല്ലാവർക്കും നൽകണമേ. നാഥ, നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ബന്ധനത്തിരിക്കുന്നവരെ വിടുവിക്കണമേ. ശാപദോഷങ്ങൾ മാറ്റണമേ. കുടുംബസമാധാനം അയക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.